ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ മോമോസും അതിൻ്റെ കൂടെ കഴിക്കുന്ന ചട്നീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മോമോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ചേർത്തിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കില്ല, അതുപോലെ തന്നെ കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മാവ് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു അര ചിക്കൻ ഉണ്ട് കേട്ടോ. ചിക്കൻ്റെ എല്ലില്ലാത്ത ഭാഗങ്ങളൊക്കെ വേവിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്തെടുക്കണം. അതിന് ഞാൻ ഈ പ്ലേറ്റിൽ ജസ്റ്റ് ഒന്ന് വെറുതെ അറേഞ്ച് ചെയ്ത് വെച്ചതാട്ടോ, ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ സ്പ്രിംഗ് ഒണിയൻ്റെ പച്ച കളർ ഭാഗം ഒരു 5-6 തണ്ട് ഉണ്ട് കേട്ടോ, അത് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണേ, കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പുണ്ട്, അതുപോലെ തന്നെ സോയ സോസിലും ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇന്ന് നമുക്ക് നമ്മൾ മോമോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ വലിപ്പത്തിൽ തന്നെ ഇതിൻ്റെ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 ചപ്പാത്തീൻ്റെ വലിപ്പത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നല്ല വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. വലുതായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്നത് ഞാൻ ഒരു കുപ്പീൻ്റെ അടപ്പ് വെച്ചിട്ട് കേട്ടോ. വലിയൊരു അടപ്പാണ്, ഏകദേശം നമ്മളൊരു പൂരീൻ്റെ വലിപ്പത്തിലുള്ള അടപ്പാണ്. കാരണം ചെറിയ അടപ്പ് വെച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ചുരുക്കിയെടുക്കൂലേ, ആ സമയത്ത് ഇത് ആകെ ചുരുങ്ങി ഒരു ചെറിയൊരു കുഞ്ഞു മോമോസായി മാറിപ്പോൾ. അപ്പോൾ ഒരു കാണാനൊരു ഭംഗി കിട്ടില്ല. അപ്പോൾ കുറച്ച് വലിയ അടപ്പാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ നമുക്ക് മോമോസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അടപ്പ് വെച്ച് മുറിച്ചതിന് ശേഷം അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ചുരുട്ടിയെടുക്കാം. അങ്ങനെ ചുരുക്കിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാരീൻ്റെ ഒക്കെ പ്ലീറ്റ്സ് ഒക്കെ എടുക്കൂലേ, അതെല്ലാം പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി ഇതുപോലെ ഒട്ടിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതിന് പല ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ ഏറ്റവും ഈസി എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ്. കൂട്ടത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഒരു മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ എല്ലാം പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാത്തിലും ഫില്ലിങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ തന്നെ ചുരുട്ടിയെടുത്തിട്ട് നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. നമ്മളിത് ആവിയിലാണ് വേവിക്കുന്നത്. ആവിച്ചെമ്പിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയിട്ട് എടുക്കാം.
അപ്പം നമ്മൾ മോമോസ് വേകുന്ന നേരം കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചട്നി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കുക്കറിൽ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലെ തക്കാളി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ വറ്റൽമുളകിൻ്റെ അളവ്. എന്നിട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം അധികം ഒഴിക്കണ്ട കേട്ടോ. ഇത് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ തക്കാളി ഇതൊക്കെ വെന്തിട്ട് ഞാൻ ഒന്ന് തണിഞ്ഞപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ച് എരിവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഒന്ന് ബാലൻസ് ആവാൻ ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് സോയ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ സോസിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്താൽ മതി കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചട്നിക്ക്. അങ്ങനെ നമ്മൾ ചിക്കൻ മോമോസും അതിന് കൂട്ടാനുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പം ചിലർക്ക് ഇങ്ങനെ മൈദ ആവിയിൽ വേവിച്ചിട്ട് കഴിക്കാൻ ഒരു ഇഷ്ടം ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എണ്ണ ഒരു പാനിൽ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അന്നേരം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. ഒരു മൈദ ഇങ്ങനെ ആവിയിൽ വേവിച്ചത് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കേട്ടോ, മുളകൊന്നും ചേർക്കാണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും. ലഞ്ചിൽ മീൻസ് ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.